ഹായ് ഒരുവൻ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 28 ആണ്. ഉൽപ്പത്തി 28 അവിടെ യാക്കോബ് ഐസക്കിൽ നിന്നും അവിടെ ഐസക്കിനെ വിട്ടുമാറുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഐസക്ക് വളരെ പ്രായമായിട്ട് താൻ കിടക്കുകയാണ്. അപ്പോൾ ജേക്കബ് ഐസക്കിൻ്റെ അടുത്തു നിന്നും താൻ തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് താൻ അവിടെ യാത്ര ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഒടുവിൽ ഐസക്ക് യാക്കോബിനെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ രീതിയിൽ ഇസഹാക്ക് അനുഗ്രഹിക്കാൻ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസഹാക്ക് അങ്ങനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചത് ഏശാവിനെയായിരുന്നു. എങ്കിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു എന്ന് ഇസഹാക്കിന് തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് വിടുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ച് വിട്ടപ്പോൾ ഇതറിഞ്ഞ ഏശാവ് തന്നെ താൻ പറയുകയാണ്, താനും ഒടുവിൽ ഈ ഫാദറിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് താൻ ഒടുവിൽ ഒരു കനാന്യ സ്ത്രീ അല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് താൻ തീരുമാനിച്ചു. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു. ഇസഹാക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ യാക്കോബിൽ നിന്ന് ആവശ്യപ്പെട്ടുള്ളൂ. അത് തൻ്റെ ആ കുടുംബത്തിൽ നിന്നും താൻ വിവാഹം കഴിക്കുക എന്നുള്ളൊരു കാര്യം, അല്ല കനാന്യ സ്ത്രീകളായിട്ടുള്ളവർ എടുക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഇസഹാക്ക് ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഏശാവിന് ആ ചിന്ത തോന്നി, എൻ്റെ ഫാദറിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എനിക്കും ഇതുപോലെ ഒരാളെ ഒരു കനാന്യ സ്ത്രീ അല്ലാത്ത ആളെ വിവാഹം കഴിച്ച് എൻ്റെ ഫാദർ ഇമ്പ്രസ് ആകും എന്നുള്ള ഒരു ചിന്തയിൽ ഏശാവും ആ കാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇസഹാക്കിനും റെബെക്കയ്ക്കും അവർക്ക് മനസ്സിലായി ഈ ഏശാവ് കനാന്യായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം അവർക്കത് ദുഃഖമായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് അവർക്കറിയാമായിരുന്നു അത് അങ്ങനെ വരത്തുള്ളൂ. കനാന്യ സ്ത്രീയായിട്ടുള്ള വിവാഹം കഴിച്ചതിന് ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബിനോട് പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വിടുന്നത്. അങ്ങനെ യാക്കോബ് ആ യാത്രയിൽ യാക്കോബിൻ്റെ അവസ്ഥ നമുക്ക് സങ്കടം തോന്നും. കാരണം താൻ ഒറ്റയ്ക്കാണ്, താൻ പേടിച്ചാണ് പോകുന്നത്, ഇരുട്ടാണ്. അപ്പോൾ അതെല്ലാമായി കഴിയുമ്പം ആരും സഹായിക്കാൻ ആരുമില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് യാക്കോബ് ആ സമയത്ത് കടന്നു പോകുന്നത്. അങ്ങനെ താൻ കടന്നുപോയി താൻ രാത്രിയായപ്പോൾ താൻ അവിടെ ഒരു കല്ലെടുത്ത് തലവണയായി വെച്ച് താൻ അവിടെ കിടന്നു ഉറങ്ങുന്ന ഒരു കാഴ്ച അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ദൈവം സ്വപ്നത്തിൽ ഒരു ലാഡർ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ലാഡറും അവരുടെ ദൂതന്മാർക്ക് ഇറങ്ങുന്നതൊക്കെ കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഏത് അവസ്ഥയിലൂടെ പോയെന്ന് പറഞ്ഞാലും നമ്മൾക്കിപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു പറ്റത്തില്ലെന്ന അവസ്ഥയിൽ ചെന്നാന്ന് പറഞ്ഞാലും അത് ദൈവം എവിടെയാണെങ്കിലും നമുക്ക് മറ്റാർക്കും നമുക്ക് വന്ന് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ കൂടി ദൈവത്തിന് എവിടെയും വരുവാനായിട്ട് നമ്മൾ ഏത് അവസ്ഥയിരുന്നാലും ദൈവത്തിന് നമ്മളെ കാണുവാൻ സാധിക്കും. ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ ദൈവവും കൂടെ അവിടെ വെച്ച് തന്നെ യാക്കോബിനെ ബ്ലസ് ചെയ്യാൻ, നീ കിടക്കുന്ന സ്ഥലം അത് നിനക്ക് തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവം ബ്ലസ് ചെയ്യുകയാണ്. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ യാക്കോബിൻ്റെ ഒരു മറുപടി എന്നുള്ളത് പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞത് എന്നെ സുരക്ഷിതമായിട്ട് അങ്ങോട്ട് പോയി ചെല്ലുവാനും ആഹാരവും വസ്ത്രമൊക്കെ അത് ലഭിക്കാനായിട്ട് എനിക്ക് പിന്നീട് സുരക്ഷിതമായിട്ട് തിരിച്ചു വരാനും എനിക്ക് ഇടയാകുവാണ്, അപ്പൻ്റെ ഇടയ്ക്കൊക്കെ തിരിച്ചു പോകാൻ ഇടയാകുകയും ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് അവിടെ യാക്കോബ് ഞാൻ മറുപടി പറയും, എന്നാൽ ഞാൻ ഈ കല്ല് വെക്കുന്ന ഈ സ്ഥലത്ത് ഞാനൊരു ദൈവത്തിന് ഇത് പണിയാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡാണ് ശരിക്കും യാക്കോബ് അവിടെ വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേർച്ചയാണ് വെക്കുന്നത്. എനിക്ക് കിട്ടുന്ന എൻ്റെ 10 തരാമെന്നും പറഞ്ഞ് 10 തരാമെന്നും കൂടെ യാക്കോബ് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ യാക്കോബ് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മൾ പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ അത് കണ്ടീഷൻ വെക്കാൻ ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻ വെക്കരുത് എന്നുള്ളൊരു കാര്യം. ദൈവം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ നിനക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ വെക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമുക്ക് കാര്യം തരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളതിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. ദൈവം നമുക്കൊരു കാര്യം പ്രോമിസ് തരുമ്പോൾ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ നന്ദി പറയാണ്, ദൈവം ഞാൻ എന്നെ തന്നെ തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മൾ എവിടെ ആയിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഏത് അവസരത്തിലാണെങ്കിലും
ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ദൈവമേ നീ ഈ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാൻ നമ്മൾ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ജേക്കബിൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ പാസേജിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനങ്ങൾ, ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ചിന്തകൾ നമ്മളെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തോട് മാറാകട്ടെ.